മലപ്പുറം ശ്രീനാരായണ ദർശനം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മ പദ്ധതികൾക്ക് തൊടുപുഴ ചെറായിക്കൽ അമ്പലത്തിൽ തുടക്കം കുറിച്ചു. 2/10/2024 ഗാന്ധി ജയന്തി ദിനത്തിൽ തൊടുപുഴ ചെറായിക്കൽ ശ്രീ ഗുരുദേവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അരുവിപ്പുറത്തു നിന്നും ശ്രീനാരായണ ദർശനം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സർവൈശ്വര ഗുരുപൂജയും സാംസ്കാരിക വേദിയും നടത്തപ്പെട്ടു. ഇതിൻ്റെ മഹത്വം അരുവിപ്പുറത്തുനിന്ന് തന്നെ ഉത്ഭവം ആരംഭിച്ച് കേരളം മുഴുവനും അന്തർ സംസ്ഥാനങ്ങളിലും ഗുരുദേവ കർമ്മ പദ്ധതികൾ ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നതിനും കേരളത്തിൻ്റെ കലുഷിതമാകുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിന് മാറ്റം വരുത്തുന്നതിനും ഗുരുദേവന്റെ കർമ്മ പദ്ധതികളിൽ പ്രശസ്തമായ ഗുരുകൃതികളുടെ മഹത്വം യുവതികളിൽ പുനർജീവിപ്പിക്കുന്നതിനും അതിൻ്റെ സന്ദേശം നമ്മുടെ സമൂഹത്ത് സമാധാനവും വിദ്യാഭ്യാസപരമായ മാറ്റങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്നാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ 30 പേർ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സംഘടനാ പ്രവർത്തകർ പുതിയൊരു സാംസ്കാരിക വേദിക്ക് തന്നെ തുടക്കം കുറിക്കുന്നത്. തൊടുപുഴയിലെ സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്തത് SNDP യോഗം ചെയർമാൻ ശ്രീ ബിജു മാധവൻ ഭദ്രദീപം തെളിയിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് അംഗം സ്മിത ഉല്ലാസ്, മനോജ് KK, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് PM വേണുഗോപാൽ ഗുരു സന്ദേശം നൽകിക്കൊണ്ട് ശ്രീമതി ടീച്ചർ നിർമ്മല മോഹന് ഈ കർമ്മവേദി പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നിർവഹിച്ചു. അപ്പൊ അത് ദൃഷ്ടാന്തമായിട്ട് കേട്ട ഒരു വ്യക്തിയാണ്. രണ്ടാമത് 110 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ അരീക്കലോട് തൊട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, പാറക്കലാണ് അറിയില്ല. അവിടെ ഈ കഴിഞ്ഞ 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെ വലിയൊരു തീർത്ഥാടനം. ജനറൽ സെക്രട്ടറിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഭദ്രദീപം കൊളുത്തിയത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയാണ്. അങ്ങനെ അവിടെ ഗുരുദേവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഗുരുദേവനെ അന്ന് നമ്മൾ ഇതുപോലുള്ള യാത്രാ സൗകര്യങ്ങളില്ലായിരുന്ന സമയത്ത് നടന്നു പോകുന്ന വഴിക്ക് ആ പ്രദേശത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. ഗുരുദേവനൊരു ആലിൻ്റെ അവിടെ ഉണ്ട്. അതിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് ഇന്നപ്പം അവിടുത്തെ ജലത്തിൻ്റെ ദൗർലഭ്യത്തെ പറ്റി പറഞ്ഞു. അതൊരു പാറക്കെട്ടിൻ്റെ സ്ഥലത്തായിരുന്നു. കേൾക്കാമോ പുറയിലുള്ളവർക്ക്? അതിൽ ഗുരുദേവൻ ഇരുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പാറ എടുത്തു മാറ്റി. ആ പാറ എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ജലപ്രവാഹം, ഏത് വേനലിലും വറ്റാത്ത ആ പുണ്യതീർത്ഥം ഇന്നും അതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ചെങ്ങന്നൂന്നൊരു 7 കിലോമീറ്റർ നമ്മൾ തിരുവനന്തപുരം റൂട്ടിൽ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് പോയാൽ കാണും. അവിടെയാണ് അത്ഭുതം. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിപത്തുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ കൂടി മാത്രമാണ് ഇന്ന് നാം ഓരോരുത്തരും ആ ദർശനത്തിന്റെ മഹിമയും ഗരിമയും തിരിച്ചറിയുന്നത്. പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഏതാണ്ട് 64-ൽ പരം കൃതികൾ നമുക്ക് തന്നു. ശ്രീനാരായണ ധർമ്മം ഉൾപ്പെടെ എങ്ങനെ നാം ജീവിക്കണം, ഒരു കുഞ്ഞിന് എങ്ങനെ ജന്മം കൊടുക്കണം, അതിനെ എങ്ങനെ വളർത്തണം, മരണാനന്തര ക്രിയ എങ്ങനെയായിരിക്കണം, മുഴുവൻ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയൊക്കെ കടന്നു പോകണമോ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അവബോധം നമുക്ക് തന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ ഈ 100 വർഷമായിട്ടും നാം അറിയുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ വേദനയുണ്ട്. യേശു ക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും ഒക്കെ അവരായിരിക്കുന്ന ആ സമൂഹം എവിടെയാണോ അവരുടെ ദർശനത്തിന്റെ മഹിമ കടന്നു പോകുന്നത് അവരെല്ലാവരും മനസ്സിലാക്കുന്നു. നമ്മൾ അറിയുന്നവരെന്ന് ഭാവിക്കുന്നുണ്ട്. പലപ്പോഴും ഗുരുവിനെ അറിയുന്നവനാണ് ഞാനെന്ന് ഭാവിക്കുന്നുണ്ട്. അത് വെറും നാട്യമല്ല. നമുക്കും വേണ്ടത് അതാണ്. പ്രായമായവരുടെ സത്സംഗം കൂട്ടായ്മ നല്ലതാണ്. നമ്മളിവിടെ ഒരു ഏതാണ്ട് 200 ആളുകളോളം ഏകദേശം ഇന്നിവിടെ ഇരിപ്പുണ്ട് അല്ലേ.
അപ്പം നമ്മുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ ചുറ്റിയുള്ള ഒരു 10 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഭഗവാന്റെ ദർശനം എന്താണ്, ഭഗവാന്റെ കൃതി ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ദൗത്യം നമ്മളിലുണ്ട്. ഗുരുനാമം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് KK വിജയൻ.